Today I am going to discuss the working of AC bridges and its application to find the value of components like inductance, capacitance, frequency, etc. We know the working of DC bridges where we used Kirchhoff law and the balancing condition of Wheatson's bridge. So let me quickly review the working of a DC bridge where we have four resistances Z1, Z2, Z3 and Z4 are connected in this network like this. And they are connected to a source of DC voltage at the point A and C, and to the other points B and D a galvanometer is connected, and we are looking for the null point. Null point means zero deflection in the galvanometer, that means zero current through this path. So under this condition we say this DC bridge is balanced. So balance condition എന്ന് പറഞ്ഞാൽ galvanometer zero ആവുന്ന ആ condition ആണ്. So under this condition we can write Kirchhoff voltage law to the loop ABDA and BCDA, and we can solve for the solve for getting the relation between these resistances. So we can easily obtain a relation like this: Z3 by Z4 is equal to Z1 by Z2. So ഏതെങ്കിലും റെസിസ്റ്റൻസുകളുടെ കോമ്പിനേഷൻസ് വേരി ചെയ്തുകൊണ്ട് നമുക്ക് ഈ ബാലൻസിങ് കണ്ടീഷൻ ഗാൽവനോമീറ്ററിൽ നൾ പോയിന്റ് കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ ദിസ് കണ്ടീഷൻ വിൽ ഹോൾഡ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു അൺനോൺ റെസിസ്റ്റൻസ് ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ക്യാൻ, ഫോർ എക്സാമ്പിൾ Z1 നമുക്ക് കണ്ടുപിടിക്കേണ്ട അൺനോൺ റെസിസ്റ്റൻസ് ആണെങ്കിൽ ബാലൻസിങ് കണ്ടീഷനിൽ വി ക്യാൻ യൂസ് ദിസ് റിലേഷൻ ടു ഒബ്റ്റെയിൻ Z1. എന്ത് വേണം? ഈ മൂന്ന് വാല്യൂസ് അറിഞ്ഞാൽ മാത്രം മതി. റെസിസ്റ്റൻസ് ബോക്സിലെ ഈ മൂന്ന് വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് Z1. അപ്പോൾ അങ്ങനെയാണ് ഈ വീറ്റ്സൺ ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രാക്ടിക്കൽസിലെ പല കാര്യങ്ങളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാട്ട് ഈസ് ദറ്റ്, ഐ ഡോണ്ട് റിമെമ്പർ. വീറ്റ്സൺ ബ്രിഡ്ജ് ഉപയോഗിച്ചുകൊണ്ട് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കുന്ന, മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കുന്ന എക്സ്പെരിമെൻ്റ് ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. സോ ദ സെയിം പ്രിൻസിപ്പിൾ ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു AC bridges also. Wheatson's bridge principle can be applicable to AC network also. The following changes should be made. The first one, the resistances should be replaced with complex impedances. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്യുവർ റെസിസ്റ്റൻസ് ആണ്. നമ്മൾ AC ബ്രിഡ്ജസ് ഉപയോഗിക്കുമ്പോൾ അവിടെ ഇൻഡക്റ്റൻസോ കപ്പാസിറ്റൻസോ അതുപോലുള്ള കമ്പോണൻസ് ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ കണക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അതിന് പകരം കോംപ്ലക്സ് റിയാക്റ്റൻസ് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ കണ്ടപോലെ അതിൻ്റെ കോംപ്ലക്സ് റിയാക്റ്റൻസും കൂടെ ഉൾപ്പെടുത്തി കോംപ്ലക്സ് ഇമ്പീഡൻസ് ആണ് നമ്മൾ ഈ Z1, Z2, Z3, Z4 ആയിട്ട് എടുക്കുക. ദെൻ AC ആവുമ്പോൾ DC സോഴ്സിന് പകരം നമുക്കിവിടെ AC സോഴ്സ് ഉപയോഗിക്കാം. AC സോഴ്സ് AC ഓസിലേറ്റർ ഓഫ് ഓഡിയോ ഫ്രീക്വൻസി സിഗ്നലാണ് ഉപയോഗിക്കുക. ഓഡിയോ ഫ്രീക്വൻസിയിലുള്ള AC സിഗ്നലാണ് ഉപയോഗിക്കുക. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഇൻസ്റ്റെഡ് ഓഫ് ഗാൽവനോമീറ്റർ വി യൂസ് ഹെഡ്ഫോൺ. ഗാൽവനോമീറ്റർ ഉപയോഗിക്കുന്ന ഈ ഒരു ചാനലിൽ കൂടെയുള്ള കറണ്ട് നോട്ട് ചെയ്യാനാണ്. AC ആണെങ്കിൽ നമുക്ക് ഗാൽവനോമീറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം AC സിഗ്നൽ ഗാൽവനോമീറ്ററിൽ കൂടി വന്നു കഴിഞ്ഞാൽ അത് സീറോയ്ക്ക് ചുറ്റും ഓസിലേറ്റ് ചെയ്യുള്ളൂ. അത് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അത് ഡിറ്റക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ നമ്മളൊരു ഹെഡ്ഫോണാണ് ഉപയോഗിക്കുക. ഹെഡ്ഫോൺ ഓഡിയോ ഫ്രീക്വൻസിയിലുള്ള സോഴ്സ് കൊടുത്താൽ ആ ഹെഡ്ഫോണിൽ സൗണ്ട് നമുക്ക് കേൾക്കാം. അങ്ങനെ ഈ നൾ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ മിനിമം സൗണ്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു പാത്തിൽ കൂടെ കറണ്ട് സീറോ ആവുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഓഡിയോ ഹെഡ്ഫോണിൽ സൗണ്ട് സീറോ ആവുന്ന പോയിൻ്റാണ്. അങ്ങനെയാണ് നമ്മൾ നൾ പോയിൻ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത്രയും ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ വി ക്യാൻ യൂസ് ദി സെയിം പ്രിൻസിപ്പിൾ ഓഫ് DC bridges to AC bridges also. So now we can apply the AC bridge principle to measure the values of inductance, capacitance or frequency of the given AC. Yeah. So first example is the determination of inductance. ഇൻഡക്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള, ബാക്കി എല്ലാത്തിനും നമുക്ക് ഡയറക്റ്റ് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് ഒക്കെ മെഷർ ചെയ്യാം. പക്ഷേ ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാനായിട്ട് വി ക്യാൻ യൂസ് ആൻ AC bridge. So that is called Anderson bridge. This is a MSc practical experiment. So the following components are connected in this way. I will explain what are the components. P, Q, R are fixed resistance, pure ohmic resistance, fixed values P, Q, R. And small r and small s in this branch are variable resistance. We can vary the value of R to obtain null condition. And where C, here C, in this path C is a standard capacitance. നമ്മൾ ഇതിൽ നമുക്ക് L ആണ്, അൺനോൺ L ആണ് കണ്ടുപിടിക്കുന്നത്. സോ വി യൂസ് എ സ്റ്റാൻഡേർഡ് കപ്പാസിറ്റൻസ്, ഒരു നോൺ വാല്യൂ ഉള്ള കപ്പാസിറ്റൻസ് ആണ് നമ്മളിവിടെ കണക്ട് ചെയ്യുന്നത്. Now in the procedure എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് we will DC balance this bridge by varying S. ഒരു റെസിസ്റ്റൻസ് മാത്രം വേരി ചെയ്തുകൊണ്ട് ഇതൊരു DC ബാലൻസ്ഡ് കണ്ടീഷനിലെത്തിക്കാം. Then after that we will AC balance by adjusting small r.
അപ്പോൾ AC ബാലൻസ് ആക്കുമ്പോൾ നമ്മൾ ഇവിടെ ഓഡിയോ AC സോഴ്സ് ഉപയോഗിക്കും, ഗാൽവനോമീറ്ററിന് പകരം ഈ പാത്തിൽ ഹെഡ്ഫോൺ ഉപയോഗിക്കും. അങ്ങനെ ഹെഡ്ഫോണിലെ മിനിമം സൗണ്ട് നോക്കിയിട്ട് ഈ സ്മോൾ r വേരി ചെയ്തുകൊണ്ട് നമുക്ക് ഇതിലെ ബാലൻസ് ചെയ്യിക്കാം. അങ്ങനെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ്ഫോണിൽ മിനിമം സൗണ്ട് ആയിരിക്കും. സോ ദിസ് ഈസ് AC ബാലൻസ്ഡ് കണ്ടീഷൻ. So now in AC balance condition we can apply Kirchhoff voltage law. Different loopകൾ കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് ABCDA. ഏതെങ്കിലും ഒരു പാത്ത് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുകയാണ്, ഈ ഒരു ഡയറക്ഷൻ പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ I1P Kirchhoff voltage law ആണ്. വോൾട്ടേജ് അക്രോസ് ദിസ് I1P സെയിം ഡയറക്ഷനിലാണ് ഇവിടെ വരുന്നത്. സോ I1 + I2 × Q പ്ലസ് I1 + I2 × Q. ഇവിടെ വരുമ്പോൾ കറണ്ട് ഈ ഒരു ഡയറക്ഷനിൽ. സോ ബിഫോർ ദാറ്റ് ലെറ്റ് മീ ഡിഫൈൻ ദ കറൻറ്റ്സ്. സോ ടോട്ടൽ കറൻറ്റ് I ഈസ് കമ്മിങ് ഇൻ ദിസ് അറ്റ് ദിസ് പോയിൻറ്റ്, ദാറ്റ് is split into 3 branches, I1 along this, I2 along this, I3 along R. ഇനി ഈ I1 ഇവിടെ പോകുന്നു, ദെൻ ഈ കപ്പാസിറ്റൻസിൽ കൂടെ പോകുന്ന I2 ഇവിടെ നൾ പോയിൻ്റ് ആണ്. അപ്പോൾ ഈ പാത്തിൽ കൂടെ കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ഈ I2 മുകളിലേക്ക് പോകും, ഈ ബ്രാഞ്ചിൽ വരും. ഇവിടെ എത്തുന്ന കറണ്ട് I1ഉം ഈ കപ്പാസിറ്റൻസിൽ കൂടെ വരുന്ന I2, ആ കറണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. സോ ദിസ് ഈസ് I1 + I2. ഇനി I3 ഈ ബ്രാഞ്ചിൽ കൂടെ പോകുന്നു, എൻ്റയർ I3 ഈ ബ്രാഞ്ചിൽ കൂടെ പോകും. കാരണം ഈ ബ്രാഞ്ചിൽ നമ്മൾ നൾ പോയിൻ്റ് ആക്കി കഴിഞ്ഞാൽ ഈ ബ്രാഞ്ചിൽ കറണ്ട് ഇല്ല. സോ എൻ്റയർ I3 വിൽ ഗോസ് ഹിയർ. ഇവിടെ എത്തുമ്പോൾ 3 പേരും ജോയിൻ ചെയ്യാണ്, I3 I1 I2. സോ ടോട്ടൽ കറണ്ടായിട്ട് ഇവിടെ വരികയാണ്. നൗ ABCDA. സോ ഫസ്റ്റ് ഇത് ഇവിടുത്തെ വോൾട്ടേജ് I1P, ഇവിടുത്തെ വോൾട്ടേജ് I1 + I2Q. ഇനി ഇവിടെ വരുമ്പോൾ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഈ ലൂപ്പ് നോക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് പോസിറ്റീവായിട്ട് എടുത്തിരിക്കുന്നത്, ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അപ്പോൾ ഇതിന് അക്രോസ് ഉള്ളത് നെഗറ്റീവായിട്ട് എടുക്കുക. സോ -I3 × ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു ഇൻഡക്റ്റൻസും റെസിസ്റ്റൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കോംപ്ലക്സ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്, കോംപ്ലക്സ് ഇമ്പിഡൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. സോ S+ സീരീസ് ആയിട്ടാണ്. സോ S+ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്, അതിൻ്റെ കോംപ്ലക്സ് ഫോം JXL. സോ JLω. ദെൻ ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. സോ -I3R = 0. സോ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ I3. I3 ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ 1. നൗ Kirchhoff വോൾട്ടേജ് ലോ ടു ABEA. ഈ ചെറിയ ഒരു ലൂപ്പിൽ അപ്ലൈ ആണെങ്കിൽ അഗെയിൻ ദിസ് ഈസ് I1P പ്ലസ് ദിസ് ഈസ് മൈനസ്. ഈ ഡയറക്ഷൻ പോസിറ്റീവ് എടുത്തിട്ടാൽ പിന്നെ കറണ്ട് പോകുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സോ ഈ ടേം മൈനസ് ആണ്, ഈ ടേം മൈനസ് ആണ്. സോ I1P -I2R then -I2 × XC, capacitive reactance. Capacitive reactance is 1/JCω. So that is equal to 0. So we can rearrange that equation in this way. That is equation 2. Then voltage law to AEDA. So ഈ കറണ്ട് I2, ഇവിടെ കറണ്ട് ഇല്ല, ഈ നെറ്റ്വർക്കിൽ കറണ്ട് ഇല്ല. പിന്നെ വരുന്നത് ഈ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ I3 ആണ് വരുന്നത്. സോ I2 capacitive reactance, XC is 1/JCω, opposite direction -I3R is equal to 0 since no current through headphone. ഈ രണ്ട് ബ്രാഞ്ച് മാത്രമേ നോക്കുന്നുള്ളൂ. We can solve for, we can write this equation 3. Now substitute for I3 from equation 1 to this equation. So this is same left hand side. So I3 is given by equation 1, E term into R. Now using a little bit algebra, we can end up with an equation of this form. I'll briefly explain the above equation. This equation ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാണ്. JCω ഈ ആറിന് ഇങ്ങോട്ട് കൊണ്ടുവരാണ്. ദെൻ ഈ ഡിനോമിനേറ്ററിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാണ്. ഒന്ന് റീഅറേഞ്ച് എഴുതി. സോ വി ക്യാൻ റൈറ്റ് I2 ടൈംസ് ഈ I2 ടൈമിനും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാണ്, I2Qനെ. സോ -Q I1, പിന്നെ ഇവിടെ വരുന്നത് I1P + Q. Now equation 4 divided by 2. So equation 4 and 2. 4 and 2 എന്ന് പറഞ്ഞാൽ I2 എൻ്റെ കോഎഫിഷ്യൻ്റാണ് ലെഫ്റ്റിൽ വരുന്നത്. ഇവിടെയും I2 × കോഎഫിഷ്യൻ്റാണ് വരുന്നത്. റൈറ്റിൽ I1P ആണ്, ഇവിടെ I1 × സം കോഎഫിഷ്യൻറ്റ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ ഈ കറണ്ടുകൾ ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി വരുന്ന ഇമ്പിഡൻസുകളുടെ റേഷ്യോകളൊക്കെയാണ് വരുന്നത്. സോ വിൽ ഗെറ്റ് എ ഫോം ഓഫ് ദിസ്. ദെൻ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. Then we can cancel the common denominator JCω here. Now make some more rearrangement and expansion of brackets. You can see similar terms cancels. Now we get an
complex form of equation. Here we have a complex term, Ps രണ്ട് real values ആണ്, J complex ആണ്, some coefficient, then Qr plus Cr, Qr real part, then J of imaginary part. Two complex quantities are equal when their real parts are equal and imaginary parts are equal. So we can separately equate the real part and imaginary parts of 5. By equating the real parts of 5 on both sides, we will get ഇവിടെ റിയൽ പാർട്ട് ആയിരുന്നത് PS ആണ്, PS equal to QR, PS equal to QR, that we get P by Q is equal to R by S, nothing but the DC balancing condition. നമ്മൾ നേരത്തെ കിട്ടിയ Z1 by Z equal to Z3 by Z4, അതാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമല്ല, നമുക്ക് വേണ്ടത് ഇൻഡക്റ്റൻസിനുള്ള എക്സ്പ്രഷനാണ്. സോ വി ഇക്വേറ്റ് ദി ഇമാജിനറി പാർട്ട്. ഇവിടുത്തെ ഇമാജിനറി പാർട്ട് എന്താണ്? ഒമേഗ PL മൈനസ് PQCR. ഇവിടുത്തെ ഇമാജിനറി പാർട്ട് ഒമേഗ ടൈംസ് CRP plus CR small r Q. Omega cancels, we will get an expression. So from this solve for L. L ആണ് നമുക്ക് കാണേണ്ടത്. L-ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. So we will get an expression of this form where P by Q can be replaced with R by S. R by S substitute ചെയ്യുകയാണെങ്കിൽ നമുക്ക് we will get an expression of this form. So inductance using Anderson bridge is given by C. What is C? Standard capacitance. നമ്മൾ കൊടുക്കുന്ന capacitance ആണ്, നമുക്കറിയാവുന്ന വാല്യൂ ആണ്. Q and R, small r, R, S, all these are resistances in the network. ഇതെല്ലാം നമുക്കറിയാവുന്ന വാല്യൂസ് ആണ്. റെസിസ്റ്റൻറ്റ് ബോക്സുകളാണ് കണക്ട് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന ബാലൻസിങ് കണ്ടീഷനിലുള്ള അതിൻ്റെ വാല്യൂസ് ആണ്. Just by measuring the values of the resistances in the resistant boxes under balancing condition and by knowing the value of capacitance, we can estimate the value of inductance. വളരെ സിമ്പിളായിട്ട് ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാവുന്ന ഒരു എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻ്റാണ്. that works under the principle of AC bridges. Then I'll introduce one more method to find the inductance, that is called a Rayleigh method, that I will discuss in the next class.